അളിയൻ ബെന്നി തോമസ് രാജിവെച്ചു. കണ്ണിന് കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടു എന്ന് പറയുന്നത് പോലെയാണ് സംഭവിച്ചതെങ്കിലും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുതര പ്രശ്നം തന്നെയാണ്. സാധാരണ ബന്ധു നിയമനം എന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന തിരിച്ചറിവ് പോലുമില്ലാത്ത ഒരു മന്ത്രിയുടെ രാജിയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. KT ജലീലിനെയൊക്കെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. എന്നിരിക്കെ ഈ അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനുള്ളിൽ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ജനങ്ങൾ UDFന് നൽകിയ 102 സീറ്റിൻ്റെ വിജയവും VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇമേജുമെല്ലാം തകർന്നു വീഴുമായിരുന്നു. മാത്രമല്ല, സണ്ണി ജോസഫ് വെറുമൊരു മന്ത്രിയല്ല, അദ്ദേഹം KPCCയുടെ അധ്യക്ഷനാണ്. കോൺഗ്രസിൻ്റെ മാതൃക ആകേണ്ടുന്ന ഈ സംസ്ഥാനത്തെ ആദ്യത്തെയാൾ. എന്നിട്ടും ഈ വിവരക്കേട് കാണിച്ചത് എന്തിനാണ് എന്നറിയുന്നില്ല. ബെന്നി തോമസ് തൻ്റെ അളിയനാണ് എന്നുള്ളത് സണ്ണി ജോസഫിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. KT ജലീലിൻ്റെ ഇളയപ്പാൻ്റെ മകനെ നിയമിച്ചത് തെറ്റാണ് എന്ന് ലോകായുക്ത പറഞ്ഞപ്പോൾ മന്ത്രി തന്നെ രാജിവെച്ചതാണ്. കോൺഗ്രസ് അതിനുവേണ്ടി സമരം ചെയ്തു. അതിനു മുൻപ് PK ശ്രീമതി മരുമകളെ അടുക്കളയിൽ നിയമിച്ചത് തെറ്റ് എന്ന് കണ്ടെത്തിയതോടെ അവരെയും ഒഴിവാക്കിയതാണ്. ഇതിൻ്റെ പിന്നിലെല്ലാം ഈ സണ്ണി ജോസഫ് അധ്യക്ഷനായിരിക്കുന്ന കോൺഗ്രസിൻ്റെ സമരവും ഉണ്ടായിരുന്നു. അതായത് സത്യപ്രതിജ്ഞയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. തൻ്റെ ആൾക്കോ ആളുകൾക്കോ ഭീതിയോ പ്രീതിയോ കൂടാതെ എന്നതാണ് പറയുന്നത്. സത്യപ്രതിജ്ഞ വെറും മുദ്രാവാക്യമല്ല എന്നത് വക്കീലായ സണ്ണി ജോസഫിന് അറിയാവുന്നതുമാണ്. ബന്ധു നിയമനം സ്വജനപക്ഷപാതമാണെന്നും ആ സ്വജനപക്ഷപാതം അഴിമതിയാണെന്നും ഇരിക്കെ ആ നിയമനം നടത്തി എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പത്രക്കാരെ വിളിച്ച് ന്യായീകരിച്ചു എന്നുള്ളതും കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. അവസാനം ഇന്നല്ലെങ്കിൽ നാളെ ഇതിലും ലോകായുക്ത വരുമെന്ന് വിവരമുള്ളവർ പറഞ്ഞപ്പോഴാണ് ബെന്നി തോമസ് രാജിവെച്ചൊഴിഞ്ഞത്. ഇതെല്ലാവർക്കുമുള്ള ഒരു പാഠം തന്നെയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പല നേതാക്കൾക്കും അധികാരം എന്നത് പാർട്ടിയെ മറക്കാനും തോന്നിയ പോലെ ചെയ്യാനുമുള്ളൊരു ലൈസൻസ് എന്നൊരു തോന്നലുണ്ട്. അതിന് വേണ്ട എന്ന് തുറന്നു കാട്ടാൻ മീഡിയ ഗ്രാമം മുന്നിൽ തന്നെ ഉണ്ടാകും. കാരണം 10 വർഷക്കാലം ഭരണമില്ലാത്തപ്പോൾ തിരിഞ്ഞു നോക്കാത്തവർ ഇപ്പോൾ വലിയ പാർട്ടിക്കാരായത് കോൺഗ്രസിനെ സ്നേഹിക്കാനൊന്നുമല്ല എന്നുള്ളത് ഉറപ്പാണ്. ബന്ധു നിയമനവും സ്വജനപക്ഷപാതവും അപകടമാണെന്ന് ഈ സംഭവത്തോടെയെങ്കിലും നേതൃത്വം തിരിച്ചറിയണം. രാജിവെച്ചു, അതോടെ വിവാദം തീർന്നില്ലേ എന്ന് പറയാമെങ്കിലും CPMൻ്റെ സൈബർ ആക്രമണവും അതുവഴി സണ്ണി ജോസഫിന് ഉണ്ടായിരിക്കുന്ന ഡാമേജും ചെറുതല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തകർന്നടിഞ്ഞ CPMന് ഇതൊരായുധം നൽകുകയായിരുന്നു സണ്ണി ജോസഫ്. KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ കർത്തവ്യം മറന്നോ അല്ല കൂടെ നിൽക്കുന്നവരെല്ലാം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതോ ആണോ എന്നറിയില്ല. എങ്കിലും ഇത് CPMനൊരായുധമായി മാറിയത് CPMൻ്റെ നേതാവ് MV ജയരാജൻ ഫേസ്ബുക്ക് വഴി അറിയിച്ച കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സണ്ണി ജോസഫ് ഇപ്പോൾ ചെയ്തത് മാത്രമല്ല, സഹോദരനും ഭാര്യയ്ക്കും ബന്ധുക്കൾക്കുമടക്കം ഏകദേശം 10ഓളം പേരെ അദ്ദേഹം സഹകരണ മേഖലയിൽ നിയമനം നടത്തിയിരിക്കുന്നു എന്നാണ് CPM നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. ഇതെല്ലാം സണ്ണി ജോസഫ് എന്ന KPCC അധ്യക്ഷൻ പാർട്ടിയെയല്ല സ്നേഹിക്കുന്നതെന്നും ബന്ധുക്കൾക്ക് വേണ്ടി പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നുകൂടി ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞു നടക്കുകയാണ്. ഏതായാലും അളിയനെ രാജിവെപ്പിക്കരുത് എന്ന് CPMന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാജിവെച്ചുപോയി. CPMൻ്റെ പ്രതീക്ഷയും അസ്തമിച്ചു. സണ്ണി ജോസഫ് അല്പം ജാഗ്രതാക്കുറവ് കാണിച്ചെങ്കിലും പാർട്ടിക്കിത് അങ്ങോളമുള്ള ഒരു പാഠം തന്നെയായിരിക്കും.